നമ്മളിൽ പലരും കേട്ടിട്ടുള്ള വളരെ പ്രചാരത്തിലുള്ള ഒരു ഉദ്ധരണിയാണ്. അതൊരു ഇംഗ്ലീഷ് കൊട്ടേഷനാണ്. മെനി ക്രിസ്ത്യൻസ് ഗ്രോ അപ്പ് ഇൻ ചർച്ച് ബട്ട് നെവർ ഗ്രോ ഇൻ ക്രൈസ്റ്റ്. ദേ നോ ഹിംസ് ബട്ട് ദേ ഡോണ്ട് നോ ഹിം. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളത് തന്നെയാണ്. അതിന്റെ അർത്ഥം പറയുകയാണെങ്കിൽ, മലയാളത്തിൽ പറയുകയാണെങ്കിൽ, പല ക്രിസ്ത്യാനികളും സഭയിലാണ് വളരുന്നത്, പക്ഷെ അവർ ഒരിക്കലും ക്രിസ്തുവിൽ വളരുന്നില്ല. അവർക്ക് സ്തുതിഗീതങ്ങൾ അറിയാം, പക്ഷെ അവർക്ക് അവനെ, അതായത് കർത്താവിനെ അറിയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് വളരെ പ്രചാരത്തിൽ അനേകർ പ്രസംഗിച്ചും പലയിടത്തും ഒക്കെ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. ഇന്റർനെറ്റിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കൊട്ടേഷനാണത്. ക്രിസ്തുയേശുവിന്റെ ഭാവങ്ങളിലേക്കും ലക്ഷ്യങ്ങളിലേക്കും എത്താൻ കഴിയാതെ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒന്നും അറിയാത്തവരായി അനേകർ സഭയിൽ വളരുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. അവർക്ക് നന്നായി പാടാനും പ്രസംഗിക്കാനും ഒക്കെ അറിയാം. ഭക്തി നിർഭരമായ അന്തരീക്ഷം സൃഷ്ടിക്കുവാനും ആളുകളുടെ അഭിപ്രായം സ്വരൂപിക്കാനും ഒക്കെ അവർക്കറിയാം. സഭാ ഘടനകളെക്കുറിച്ചും ഉപദേശങ്ങളെക്കുറിച്ചും നല്ല അറിവുള്ള ഇവർ സഭാ കൊടിവരകൾ കൃത്യമായി പങ്കെടുക്കുന്നവരുമാണ്. അതേസമയം യഥാർത്ഥമായി ക്രിസ്തുവിൽ വളരുവാനായി വേണ്ട ആ തിരുവചന ധ്യാനവും പ്രാർത്ഥനയും സമർപ്പണവും ഒന്നും അവർക്കില്ല എന്നുള്ളതാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം, സകല മനുഷ്യരും പാപികളായതിനാൽ എല്ലാവർക്കും ജീവരക്ഷയ്ക്കായി യേശുക്രിസ്തുവിനെ ആവശ്യമുണ്ടെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. യേശുക്രിസ്തു ഇല്ലാതെ ഒരു രക്ഷ സാധ്യമല്ല എന്നുള്ളതാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. റോമാലേഖനത്തിൽ അത് പറയുന്നുണ്ട്. 3-10 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. തിരുവചനം അങ്ങനെയാണ് നമ്മെ പരിചയപ്പെടുത്തുന്നത്. അതുപോലെ യോഹന്നാന്റെ സുവിശേഷം നമുക്കൊക്കെ പരിചിതമായ ഒരു വേദഭാഗമുണ്ട്. അത് 17-3 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ ആകുന്നു. ഇവിടെ യേശു ക്രിസ്തു തന്നെ അനുഗമിക്കുന്നവരോട് വ്യക്തമായി തന്നെ പറയുകയാണ് ഈ വാക്യത്തിലൂടെ, ദൈവപുത്രനായ യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തെ അറിയുന്നതാണ് നിത്യജീവൻ എന്നാണ് ആ വാക്യത്തിന്റെ സാരാംശം. കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ താൻ ജീവിച്ചിരുന്ന ഗലീലയിൽ ഉടനീളം ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചിരുന്നു എന്ന് ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതിനൊരു ഒരു വാക്യം ഞാൻ അതിന് വായിക്കാൻ ആഗ്രഹിക്കുന്ന മർക്കോസിന്റെ സുവിശേഷം 1-15 വാക്യമാണ്. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. അങ്ങനെയാണ് കർത്താവ് ആ വാക്യത്തിൽ അവിടെ കൊടുക്കുന്ന ആഹ്വാനത്തെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത്. കർത്താവ് യേശുക്രിസ്തു പ്രസംഗിച്ച ആ ദൈവരാജ്യ അനുഭവം ഒരു മനുഷ്യന് ഭൂമിയിൽ വെച്ച് ലഭിക്കാവുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഭാഗ്യമാണ്. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരവസ്ഥയാണ്. അതിനോട് തുല്യം പറവാൻ കഴിയുന്ന മറ്റൊരു വാക്തത്വവുമില്ല ആ ദൈവരാജ്യ അനുഭവം. മനുഷ്യർ ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ തന്നെ ആ ദൈവരാജ്യം അവരുടെ ഉള്ളിൽ പകരുന്ന പ്രത്യാശയും സമാധാനവും വളരെ ഉന്നതമായതാണ്. വളരെ വളരെ അല്ലെങ്കിൽ വളരെ ശ്രേഷ്ഠമായ ഒരു പ്രത്യാശയും സമാധാനവും അവരുടെ ഉള്ളിൽ പകരുന്നു എന്ന് നമുക്ക് കാണുന്നുണ്ട്. അതുകൂടാതെ മരണാനന്തര ജീവിതത്തിലെ ശ്രേഷ്ഠ അനുഭവങ്ങളെ കുറിച്ചുള്ള തികഞ്ഞ ഉറപ്പും അവരുടെ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ലോകത്തിലെ ഏതൊരു നന്മയുടെയും പൂർത്തീകരണത്തിൽ നിരവധി എതിർപ്പുകൾ ഉള്ളതുപോലെ ദൈവരാജ്യത്തിലെ ഭാഗ്യ അനുഭവങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന നിരവധി കാര്യങ്ങളെ അവർ നേരിടേണ്ടി വരാറുണ്ട്, അല്ലെങ്കിൽ അവർ അങ്ങനെ അഭിമുഖീകരിക്കാറുണ്ട്. അത് കേവലം നമ്മളെ പോലുള്ള മറ്റ് ആളുകളുടെയും അല്ലെങ്കിൽ നമ്മളെ പോലെ മനുഷ്യരുടെ ശത്രുതയും എതിർപ്പും മാത്രമല്ല, പൈശാചികമായ എതിർപ്പുകളും അതിൽ ഉൾപ്പെടുന്നുണ്ട്. അതിനെയും അവർ നേരിടേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് അലറുന്ന സിംഹത്തെ പോലെ ആരെയെങ്കിലും വിഴുങ്ങുവാൻ തിരഞ്ഞു ചുറ്റി നടക്കുന്ന പിശാചിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ബൈബിൾ ആവശ്യപ്പെടുന്നത്. ആ വാക്യമൊക്കെ നമുക്ക് അറിയാവുന്നതാണല്ലോ. ഭൂമിയിൽ മനുഷ്യരുടെ ഉള്ളങ്ങളിൽ ദൈവത്തിന്റെ ഭരണം വ്യാപിപ്പിക്കുന്നതിനെതിരായി, അല്ലെങ്കിൽ അതിനെ ശക്തമായി എതിർക്കുന്ന ഒരു ശത്രു നമുക്കുള്ളതിനാൽ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ ദൈവരാജ്യത്തിന്റെ ഉപമകളിലൂടെ കർത്താവ് ആ ശത്രുവിന്റെ തന്ത്രങ്ങളെക്കുറിച്ച് ഒത്തിരി മുന്നറിയിപ്പുകൾ നൽകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നല്ല നിലത്ത് വിതച്ച നല്ല വിത്തിനിടയിൽ ശത്രു വന്ന് കള വിതച്ചത് വിശദീകരിക്കുന്ന 2-ാമത്തെ ഉപമയിൽ യേശു കർത്താവിന്റെ ആ മുന്നറിയിപ്പ് വളരെ വ്യക്തമായി കാണാം. ഇന്ന് രാത്രിയിൽ ചിന്താവിഷയമായിട്ട് ഞാൻ അതിനെയാണ് എടുക്കാൻ ആഗ്രഹിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 24 മുതലുള്ള വാക്യങ്ങളിലാണ് നമുക്കത് കാണാൻ കഴിയുന്നത്. ഞാൻ ആ വാക്യങ്ങൾ ആദ്യമായി ഒന്ന് വായിക്കട്ടെ. അവൻ മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞു കൊടുത്തു: സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തന്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശ്യമാവുന്നു. മനുഷ്യർ ഉറങ്ങുമ്പോൾ അവന്റെ ശത്രു വന്ന് ഗോതമ്പിന്റെ ഇടയിൽ കള വിതച്ച് പോയി കളഞ്ഞു. ഞാറ് വളർന്ന് കതിരായപ്പോൾ കളയും കാണായി വന്നു. അപ്പോൾ വീട്ടുടയവന്റെ ദാസന്മാർ അവന്റെ അടുക്കൽ ചെന്ന്, യജമാനനെ, വയലിൽ നല്ല വിത്തല്ലയോ വിതച്ചത്? പിന്നെ കള എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. ഇത് ശത്രു ചെയ്തതാകുന്നു എന്ന് അവൻ അവരോട് പറഞ്ഞു. ഞങ്ങൾ പോയി അത് പറിച്ചു കൂട്ടുവാൻ സമ്മതമുണ്ടോ എന്ന് ദാസന്മാർ അവനോട് ചോദിച്ചു. അതിന് അവൻ, ഇല്ല, പക്ഷേ കള പറിക്കുമ്പോൾ കോതമ്പും കൂടെ പിഴുതുപോകും, രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ. കൊയ്ത്തുകാലത്ത് ഞാൻ കൊയ്യുന്നവരോട് മുമ്പേ കള പറിച്ചുകൂട്ടി ചുട്ടുകളയേണ്ടതിന്
കെട്ടുകളായി കെട്ടുവാനും ഗോതമ്പിന്റെ കളപ്പുരയിൽ കൂട്ടിവെപ്പാനും കൽപ്പിക്കും എന്ന് പറഞ്ഞു. ഈ വേദഭാഗം നമുക്ക് പരിചയമുള്ളതാണ്. നമ്മളത് നിരവധി പ്രാവശ്യം കേൾക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. ഒറ്റ വാചകത്തിൽ ഈ വേദഭാഗത്തിൽ നിന്ന് സംഗ്രഹിച്ച് പറയുകയാണെങ്കിൽ, ദൈവഭക്തന്മാരുടെ നിലനിൽപ്പിന് വേണ്ടി ദൈവം വിവിധ അതിക്രമങ്ങൾക്കെതിരായുള്ള ന്യായവിധിയെ വൈകിപ്പിക്കുന്നത് ഈ വേദഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാരണം ന്യായവിധിയുടെ അവസാനം, കാരണം നമ്മുടെ ചുറ്റുമുള്ള പല വേദനകൾ, കഴിഞ്ഞ ആഴ്ചയിലൊക്കെ പ്രിയപഞ്ചസാർ ചില കാര്യങ്ങളൊക്കെ ഇതിനെ കുറിച്ച് പറഞ്ഞു, അതൊക്കെ നമ്മുടെ അവിടെ കാണുമ്പോൾ അത് ചില നാളുകൾ കൂടെ അത് അങ്ങോട്ട് വൈകിപ്പിക്കുന്നത് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ കാണുന്ന നല്ല വിത്തും ആരാണിത് വിതച്ചത്, അതിന്റെയൊക്കെ അല്ലെങ്കിൽ ആ തുടങ്ങിയ വിശദീകരണങ്ങളൊക്കെ അതിന്റെ 37 മുതലുള്ള വാക്യങ്ങളിൽ യേശു കർത്താവ് തന്നെ വളരെ കൃത്യമായി പറയുന്നുണ്ട്. 13 അധ്യായത്തിന്റെ 37 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. അതിനവൻ ഉത്തരം പറഞ്ഞത്, നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ, വയൽ ലോകം, നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാർ, കള ദുഷ്ടന്റെ പുത്രന്മാർ, അത് വിതച്ച ശത്രു പിശാച്, കൊയ്ത്ത് ലോക അവസാനം, കൊയ്യുന്നവർ ദൂതന്മാർ. അവിടെ വളരെ കൃത്യമായിട്ട് അത് ഓരോന്ന് എന്താണെന്ന് കർത്താവ് അവിടെ വിശദീകരിക്കുന്നുണ്ട്. ഇവിടെ നല്ല വിത്ത് വിതയ്ക്കുന്നത് കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. യേശുക്രിസ്തുവാണ് ആ വിത്ത് വിതയ്ക്കുന്നതും അതിനെ കുറിച്ച് ചിന്തവാനായിരിക്കുന്നതും അതിന്റെ ഫലത്തിൽ അതിനെ പ്രതീക്ഷയോട് നോക്കുന്നതും ഒക്കെ കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. ദൈവാത്മാവിനാൽ വീണ്ടും ജന്മം പ്രാപിച്ച ക്രിസ്തു വിശ്വാസികളെയാണ് നല്ല വിത്തുകളായ രാജ്യത്തിന്റെ പുത്രന്മാർ എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ക്രിസ്തു വിശ്വാസികൾ, ക്രിസ്തു ഭക്തന്മാരെയാണ് ആ പദം കൊണ്ട്, അല്ലെങ്കിൽ നല്ല വിത്ത് എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഈ അധ്യായത്തിന്റെ ആരംഭ ഭാഗത്തിൽ കാണുന്ന ഒന്നാമത്തെ ഉപമയിലും വിതയ്ക്കുന്നവൻ യേശു കർത്താവ് തന്നെയാണ്. അവിടെ ആ ഉപമയെ നമുക്ക് എന്താണെന്ന് അറിയാമല്ലോ. ആ ഉപമയിൽ ഇവിടെ നമ്മൾ കാണുന്ന ഈ ഉപമയിൽ വയൽ എന്താണെന്നുള്ളതിനെ കുറിച്ച് നിരവധി വ്യാഖ്യാനങ്ങൾ ഉണ്ട്. ചിലതൊക്കെ നമ്മൾ കേട്ടിരിക്കുമല്ലോ. ചിലർ പറയുന്നത് ഈ വയൽ സഭയെ തന്നെയാണ് പ്രതിനിധീകരിക്കുന്നതെന്ന് പറയാറുണ്ട്. സഭയ്ക്കുള്ളിലാണ് സഭയിലുള്ളിലെ നല്ല വിത്തിനിടയിലാണ് എന്നുള്ള രീതിയിൽ അങ്ങനെ പറയാറുണ്ട്. കാരണം നല്ല വിത്തുകൾ സഭയിലാണ് വളരുന്നത്, അതിന്റെ ഇടയിലാണ് ശത്രു വന്ന് കള വിതച്ച് കടന്നു പോയതെന്ന് അങ്ങനെ പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരുണ്ട്. മറ്റു ചിലർ പഠിപ്പിക്കുന്നത് ഇവിടെ കാണുന്ന വയൽ ലോകമാണ്. കാരണം അങ്ങനെ ആ പദം അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ വയൽ ലോകം തന്നെ ആ 37ാമത്തെ വാക്യത്തിൽ അവിടെ കൊടുക്കുന്ന കാണുന്നുണ്ട്. അതുകൊണ്ട് ലോകത്തെ സൂക്ഷിച്ചാൽ മതി. അതായത് യേശു കർത്താവിന്റെ ഈ മുന്നറിയിപ്പിൽ സഭകൾ ഉൾപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് ഒരു ഒഴിവുകഴിവ് പറഞ്ഞ ആ ഒരു പഠിപ്പിക്കലും ഇതിനോട് ചേർന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് അന്തിമ ന്യായവിധിക്ക് മുമ്പ് കളകളെ ധാന്യങ്ങളിൽ നിന്ന് വേർതിരിക്കാൻ ശ്രമിക്കുന്നത് പോലെയുള്ള ക്രിസ്തുവിന്റെ നിർദ്ദേശങ്ങൾ സഭാ ശിക്ഷണത്തിന് ബാധകമല്ല എന്നാണ് അവർ പറയുന്നത്. അല്ലെങ്കിൽ സഭയിൽ ശിക്ഷണ രീതികളൊക്കെ എടുക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ അതില്ല എങ്കിൽ പോലും സഭയിൽ അങ്ങനെയുള്ള ശിക്ഷണത്തിലൊക്കെ അതിന് ബാധകമില്ല, അതിലൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നുണ്ട്. ആയതിനാൽ സഭയുടെ വിശുദ്ധിയെ നിലനിർത്താൻ സഭയിൽ നിന്ന് കളയെ മാറ്റണമെന്നും അവർ വാദിക്കുന്നു. അങ്ങനെയുള്ള ഒരു പഠിപ്പിക്കലുകളും ഇതിനോട് ചേർന്നുണ്ട്. ഈ അധ്യായത്തിൽ കാണുന്ന ഉപമകളെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് തന്നെയാണ്. അതിൽ ദൈവരാജ്യത്തിന്റെ ഉപമകൾ 7 ഉപമകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ ഉപമകളെല്ലാം ഒന്നിനോട് ഒന്ന് ചേർന്ന് പോകുന്നതാണ്. അതിൽ നിന്ന് വ്യത്യാസമില്ല, അത് കണക്റ്റഡ് ആണ്, തുടർച്ചയായിട്ട് തന്നെ അത് വരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ അതിനെല്ലാം രാത്രി വിശദീകരിക്കാനായിട്ട് രാത്രി ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ ലോകവും സഭയും തമ്മിൽ കർശനമായ ഒരു വേർതിരിവ് ഇവിടെ അസാധ്യമാണ്. അടുത്ത ഉപമകളൊക്കെ ചേർത്ത് പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കും. അതിന് കാരണം 41-42 വാക്യങ്ങളിൽ യേശു കർത്താവ് ദൂതന്മാരെ അയച്ച് പാപത്തിന് കാരണമാകുന്ന എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും തന്റെ രാജ്യത്തിൽ നിന്ന് വേർതിരിക്കുന്നതിനെ കുറിച്ച് പറയുന്നു. ആ വാക്യം ഞാൻ ഒന്ന് വായിക്കട്ടെ. മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയക്കും, അവർ അവന്റെ രാജ്യത്തിൽ നിന്ന് എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീച്ചൂളിൽ ഇട്ടുകളയും, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ദൈവരാജ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പൊതുവെ ലോകമല്ല. അതിനാൽ വയൽ ലോകത്തെ മാത്രം പ്രതിനിധീകരിക്കുന്നു എന്ന ആശയത്തിൽ മാത്രം കെട്ടിപ്പടുക്കുന്ന ഏതൊരു വ്യാഖ്യാനവും കൃത്യവുമല്ല എന്നൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വരുന്നത്. നമുക്ക് മുന്നോട്ട് പോകാം. ഇവിടെ നല്ല വിത്ത് വിതയ്ക്കപ്പെടുന്ന വയൽ പ്രതിനിധീകരിക്കുന്നത് ക്രിസ്തു നേരിട്ട് പ്രസംഗിച്ച യഹൂദിയ ദേശം മാത്രമല്ല. കർത്താവ് പ്രസംഗിച്ചത് ഇസ്രായേലിന്റെ വിവിധ ഭാഗങ്ങളായിരുന്നു. യഹൂദിയിലും ഗലീലയിലും ശമരിയിലും ഒക്കെ ആയിരുന്നു കർത്താവ് പ്രസംഗിച്ചത്. ആ യഹൂദിയ ദേശം മാത്രമായിരുന്നില്ല, പിന്നീട് അപ്പോസ്തലന്മാർ അയക്കപ്പെട്ട സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ദേശങ്ങളിൽ കൂടിയാണ്. അതിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ക്രിസ്തുവിന്റെ സഭകൾ അവരുടെ ഉപദേശം കേട്ട് ശിഷ്യന്മാരായി അവർ കടന്നുപോയി ആ വചനം കേൾക്കുന്ന അങ്ങനെയുള്ള വിവിധ സ്ഥലങ്ങളിൽ കൂടിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ക്രിസ്തുവിന്റെ ആദ്യ വരവിനും രണ്ടാം വരവിനും ഇടയിലുള്ള ഈ വിത്ത് വിതയ്ക്കൽ യുഗം അത് ഒത്തിരി പ്രാധാന്യമുള്ളതാണ്. ഈ വിത്ത് വിതയ്ക്കൽ യുഗത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തിയെ തടസ്സപ്പെടുത്തുവാൻ സാത്താൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന തന്ത്രങ്ങളെ കുറിച്ചാണ് ഈ ഉപമയിലൂടെ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. ഇതുവരെ നമ്മൾ കണ്ട വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവഭക്തന്മാരും പിശാചിനെ സേവിക്കുന്നവരും അടുത്തടുത്തായി ജീവിക്കേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ പിശാച് കള നടന്നു എന്നതിനൊരു വ്യത്യസ്ത പ്രാധാന്യം, ഒരു വ്യത്യസ്ത മുഖമുണ്ടെന്ന് നമുക്ക് കാണുന്നുണ്ട്. നമുക്കറിയാം, ഈ ഉപമയിൽ പറയുന്നത് രണ്ടും ഒരുമിച്ച് വളരെ
വളരട്ടെ എന്ന് പറയുമ്പോൾ അതിനോടുകൂടി ദൈവഭക്തന്മാരോടുകൂടെ കളയും, അല്ലെങ്കിൽ സാത്താന്റെ ഭക്തന്മാർ അല്ലെങ്കിൽ സാത്താനെ അനുഗമിക്കുന്നവർ, അവനെ സേവിക്കുന്നവർ, അവരും ആ കൂട്ടത്തിൽ ഉണ്ടെന്നുള്ളതിനാണ് ആ ഉപമയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. യഥാർത്ഥത്തിൽ ആദാമിന്റെ അനുസരണക്കേട് ലോകത്തെ മുഴുവനുമായി പിശാചിന്റെ അധീനതയിലാക്കിയെന്ന് ബൈബിൾ പറയുന്നുണ്ട്. ചിലർ വാദിക്കുന്നത് പോലെ വയൽ സഭയിൽ നിന്ന് വേറിട്ടൊരു ലോകമാണെങ്കിൽ പിശാചിന്റെ അധീനതയിലുള്ളവർ തന്നെയാണ് ലോകത്തിലുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നല്ലോ. ഇവിടെ നമ്മൾ ഈ ഉപമയിലേക്ക് തന്നെ കടന്നു വരുമ്പോൾ യേശു കർത്താവാണ് ഒരു പുതിയ കാര്യം ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതായത് തന്റെ ജനത്തിന്റെ ജീവിതത്തിൽ ആത്മീയ ഫലം പുറപ്പെടുവിച്ച് വളരാനുള്ള വിത്ത് നടുന്നത് ക്രിസ്തുവാണ്. അവിടെ വിത്ത് നടുന്നത് യേശു കർത്താവാണ്. കളയുടെ ഇടയിൽ വിത്തുകൾ വിതയ്ക്കുന്നത്, അതായത് അഭക്തരുടെ ഇടയിൽ നല്ല വിത്തുകളെ വിതയ്ക്കുന്നത്. ആ ഒരു നിലയിലാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അല്ലെങ്കിൽ നമുക്ക് പഴയ ചരിത്രം കൂടി ചേർത്ത് വെക്കുമ്പോൾ നമുക്കതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി നമ്മൾ പഠിക്കുന്ന അല്ലെങ്കിൽ ഈ ആശയം ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഈ ഉപമയിലെ ഈ ആശയത്തിന് വിരുദ്ധമായി അവിടെ തോന്നാം. അവിടെയാണ് ഈ അധ്യായത്തിലെ ഒന്നാമത്തെ ഉപമയുടെ പ്രസക്തി നമുക്ക് മനസ്സിലാക്കുന്നത്. ഞാൻ ആ ഉപമ ഒന്ന് ആ 2-3 വാക്യങ്ങളോട് ചേർത്ത് വായിക്കട്ടെ. അതിന്റെ 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു, പറവകൾ വന്ന് അത് തിന്നു കളഞ്ഞു. ചിലത് പാറസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്ത ഇടത്ത് വീണു, മണ്ണിന് താഴ്ചയിലാകിയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു. സൂര്യൻ ഉദിച്ചാറെ ചൂട് തട്ടി വേറില്ലായകയാൽ അത് ഉണങ്ങിപ്പോയി. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു, മുള്ള് മുളച്ച് വളർന്ന് അതിനെ ഞെരുക്കി കളഞ്ഞു. മറ്റു ചിലത് നല്ല നിലത്ത് വീണു, 100, 60, 30 മേനിയായി വിളഞ്ഞു. ഈ ഉപമയിൽ നല്ല ഒരു നിലമൊരുക്കി വിതയ്ക്കുവാൻ പുറപ്പെട്ട ഒരു വിതക്കാരനെ കാണാം. ഇവിടെ 2 ഉപമകളിലും ഞാൻ മുമ്പ് പറഞ്ഞത് 2 ഉപമകളിലും വിതയ്ക്കുന്നവൻ കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. 4 വ്യത്യസ്ത സ്ഥലങ്ങളിൽ വീണ ഈ വിത്തുകളിൽ വഴിയരികിൽ വീണത് അതിനൊരു ആരംഭം പോലും ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു ആരംഭം കൂടിയില്ലാതെ അത് അസ്തമിച്ചു എന്ന് നമുക്ക് അതിന്റെ വിശദീകരണത്തിലും ഈ വാക്യങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി രണ്ടാമത് പാറസ്ഥലത്ത് വീണത് തുടക്കത്തിൽ വലിയ പ്രതീക്ഷ നൽകിയെങ്കിലും അത് അധികം നാൾ നീണ്ടില്ല. അങ്ങനെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. വിശ്വാസികളുടെ ജീവിതത്തിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിലൊക്കെ നമുക്ക് അങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ എന്ത് ചെയ്യാ, ഒത്തിരി നീണ്ടു നിൽക്കാത്ത അല്ലെങ്കിൽ അധികം നിലനിൽക്കാത്ത അങ്ങനെയുള്ള വിശ്വാസികളെ നമുക്ക് അറിയാമല്ലോ. മുള്ളുകൾക്കിടയിൽ വീണതിന് തന്റെ വളർച്ചയേക്കാൾ മുൾച്ചെടിയുടെ വളർച്ചയിലായിരുന്നു ശ്രദ്ധ. ഞാൻ അങ്ങനെ പറയുമ്പോൾ തന്നെ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഈ കാര്യങ്ങളൊക്കെ ചേർത്ത് പറയുമ്പോൾ, അല്ലെങ്കിൽ വഴിയരികിലും പാറസ്ഥലത്തും മുള്ളിനിടയിലും വീണ വിത്തുകൾ പ്രയോജനപ്പെടാതെ പോയപ്പോൾ നല്ല സ്ഥലത്ത് വീണ ആ വിത്ത് 100, 60, 30 മേനിയായി ഫലം കൊടുത്തു എന്നാണ് ആ വാക്യത്തിലൂടെ നമുക്ക് കാണുന്നത്. അതാണ് അതിന്റെ ആശയം എന്ന് നമുക്ക് മനസ്സിലായല്ലോ. ഈ പശ്ചാത്തലത്തിൽ നല്ല നിലത്ത് വീണ് നന്നായി വളരുന്ന വിത്തുകൾക്കിടയിലാണ് ശത്രു കള വിതച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിന്റെ തുടർച്ചയായിട്ടാണ് 2ാമത്തെ ഉപമ ആ കർത്താവ് പറയുന്നത്. 2ാമത്തെ ഉപമ തൊട്ടുള്ള എല്ലാ ഉപമകളിലും യേശു കർത്താവ് സ്വർഗരാജ്യത്തിന്റെ ഉപമ എന്ന ആമുഖത്തോട് തന്നെയാണ് സംസാരിക്കുന്നത്. നമ്മുടെ ചിന്താവിഷയമായ ഈ 2ാമത്തെ ഉപമയിൽ സാത്താൻ എന്താണ് ചെയ്യുന്നത്? യേശു കർത്താവ് ആ ഉപമയിൽ ഊന്നി പറയുന്നത് യേശു കർത്താവ് തന്റെ വിത്ത് വിതച്ചതിന് ശേഷം വിതയ്ക്കുന്ന കളയെ കുറിച്ചാണ്. സാധാരണയായി കൃഷിയിടയിൽ വളരുന്ന കളകൾക്ക് അതിന്റെ ഒപ്പമുള്ള നല്ല ചെടിയുമായി വളരെയധികം സാമ്യമുള്ളതായി കാണാം. നമുക്ക് ആ തുടക്കത്തിൽ അതിനെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയത്തില്ല. കുറച്ച് വളർന്നു കഴിയുമ്പോഴാണ് അത് മനസ്സിലാക്കുന്നത്. അതായത് ചില നേർത്ത വ്യത്യാസം കൊണ്ടും ഫലം കൊണ്ടുമാണ് അതിനെ തിരിച്ചറിയാനാകുന്നത്. അങ്ങനെ ആകുമ്പോൾ, അല്ലെങ്കിൽ തിരിച്ചറിയാനാകുമ്പോഴേക്കും വളരെ വൈകിയിരിക്കും എന്നുള്ളത് നമ്മൾ കൃഷി ചെയ്യുന്ന എല്ലാവർക്കും അതറിയാം. ആ സമയത്ത് വിത്തുകൾക്കിടയിൽ നിന്ന് കള ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോൾ ഗോതമ്പും കൂടെ പിഴുതു പോകുമെന്നാണ് കർത്താവ് അവിടെ പറയുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ദൈവത്തിന്റെ വേലയെ തടസ്സപ്പെടുത്തുവാൻ പിശാച് സത്യക്രിസ്ത്യാനികൾക്കിടയിൽ വ്യാജ ക്രിസ്ത്യാനികളെ കൂട്ടിക്കലർത്തുന്നു എന്നുള്ളതാണ്. അവരെയും കൂടെ അതിനിടയിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇവിടെ കാണുന്ന വയൽ ലോകമാണോ അത് സഭയാണോ എന്നത് യഥാർത്ഥത്തിൽ അപ്രസക്തമാണ്. അതായത് യേശുക്രിസ്തു ഈ ഉപമയിലൂടെ പറഞ്ഞു വരുന്ന വയൽ ദൈവരാജ്യം അല്ലെങ്കിൽ സഭകളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഈ ഉപമ മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശം പിശാച് തന്റെ ആളുകളെ ദൈവമക്കളുടെ ഇടയിൽ കലർത്താൻ ശ്രമിക്കുന്നുണ്ടെന്നുള്ളതാണ്. അല്ലെങ്കിൽ അവരുടെ ഇടയിലേക്ക് അങ്ങനെ ഒരു കലർത്ത്, അല്ലെങ്കിൽ രണ്ടിനെ ഇടകലർത്തി അതിനിടയിൽ കൂടി വേറൊരു ഉദ്ദേശം നടപ്പാനായിട്ട് പിശാച് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് സഭയ്ക്കുള്ളിലോ പുറത്തോ ആകാം, ദൈവമക്കളുടെ ഇടയിലൊക്കെ അത് കൊണ്ടുവരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ പിശാചിനാൽ മുന്നോട്ട് വരുന്നവർ ക്രിസ്ത്യാനികളെ പോലെ തന്നെയാണ്. അവർ വെളിച്ചദൂതന്റെ വേഷം ധരിച്ചാണ് വരുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ അവർ ക്രിസ്ത്യാനികളല്ല. അത് തന്നെയാണ് കർത്താവ് പറയുന്നത്. അവർ അതിന്റെ ഒപ്പം വളരുന്നു, അതിന്റെ കാര്യങ്ങൾ, അതിൻ്റെതായ എല്ലാ സൗകര്യങ്ങളും അനുഭവിക്കുന്നു, അതിന്റെ നന്മകളൊക്കെ അവർ പ്രാപിക്കുന്നു. എന്നാൽ അവർ ക്രിസ്ത്യാനികളല്ല എന്നുള്ള ഒരു വലിയ സന്ദേശം ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൈവദാസന്മാർക്ക് പോലും അവരെ വേർതിരിച്ചറിയാനോ വിവേചിക്കാനോ കഴിയില്ല എന്നുള്ള ആ നിലയിൽ അവർ അതിനോട് താതാത്മ്യം പ്രാപിച്ചായിരിക്കും അത് കാണാൻ കഴിയുന്നുണ്ട്. ഈ ഒരു കാരണങ്ങൾ കൊണ്ട് ശുദ്ധമായ ഒരു സഭയ്ക്ക് വേണ്ടി എപ്പോഴും ദൈവമക്കൾ ആഗ്രഹിക്കും. എപ്പോഴും നമ്മുടെയൊക്കെ ആഗ്രഹങ്ങൾ കർത്താവിനെ പൂർണ്ണമായി സേവിക്കുന്ന, അല്ലെങ്കിൽ പലപ്പോഴും പെന്തക്കോസ്ത് സഭയുടെ
നമ്മുടെയൊക്കെ ആദ്യ കാലങ്ങളിലൊക്കെ നമ്മുടെയൊക്കെ ആഗ്രഹങ്ങൾ അതായിരുന്നു. ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള, ഏറ്റവും കർത്താവിന് അല്ലെങ്കിൽ വചനത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സഭയോട് ചേർന്ന് പോകണം, സഭയിൽ ആരാധിക്കണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ശുദ്ധീകരിക്കണം, അതിന് തക്ക നില ആളുകളെല്ലാം വളർന്നു വരണം. അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളൊക്കെ നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ജനങ്ങളുടെ മാനസാന്തരത്തിന് വേണ്ടി, പിന്മാറ്റത്തിലേക്ക് പോകുന്നവരുടെ മടങ്ങിവരവിന് വേണ്ടി. അങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ നാം ചെയ്യുന്നത് ഒരു ശുദ്ധമായ സഭയ്ക്കുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ കൊണ്ടാണ് നാം അങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്നാൽ ഈ യുഗത്തിൽ നമ്മുടെ ആ ആഗ്രഹം പൂർണ്ണമായി കൈവരിക്കാമെന്ന് നാം കരുതരുത്. അത് സാധ്യമല്ല എന്ന് തന്നെയാണ് ഈ ഉപമയിൽ കൂടെ അല്ലെങ്കിൽ ഈ ഉപമ നമ്മെ അറിയിക്കുന്നത്. വിവിധ കാരണത്തിന് വിവിധ നിലയിലുള്ള ശിക്ഷണ നടപടികൾ സഭ ആലോചിക്കുമ്പോഴും അത് നടപ്പിൽ വരുത്തുമ്പോഴും ഈ കാര്യം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ കർത്താവിന്റെ ഈ വചനത്തിന്റെ ഈ ആശയം പരിഗണനയിൽ എടുക്കേണ്ടതുണ്ട്. ഞാൻ നടപടി എടുക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ചില കാരണങ്ങൾക്ക് നടപടികൾ അതൊക്കെ വേറെ രീതിയിലാണ്. ഞാൻ ഇതിനോട് ചേർത്ത് പറയുകയാണ്. നമ്മൾ ചിലപ്പം ചിലര് ഒത്തിരി പരീക്ഷഭക്തി കാണിച്ച് ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതിന്റെയൊക്കെ ആ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളോട് നാം പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ അത്രയും പറഞ്ഞ് ആ ഭാഗം അവിടെ നിടുകയാണ്. ആത്മീയർക്കിടയിലുള്ള കളയ്ക്കെതിരായ നടപടികൾ ഒരു അവിശ്വാസി കർത്താവിന്റെ അടുക്കിലേക്ക് വരാനുള്ള വഴി തടസ്സമാകുവാൻ ഒരു കാരണമാകരുത് എന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത്. ഇന്ന് അങ്ങനെയുള്ള ശിക്ഷണ നടപടികൾ എടുക്കാറുണ്ടോ? ആൾക്കാർ അതിന് വിധേയരാകുമോ എന്നുള്ളതൊക്കെ ഒരു ചോദ്യം തന്നെയാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു. പ്രിയരെ, യഥാർത്ഥ ക്രിസ്ത്യാനികൾക്കിടയിൽ പിശാച് തന്റെ ജനത്തെ കൂട്ടിക്കലർത്തുന്നു എന്ന വസ്തുതയെക്കുറിച്ച് നാം ജാഗ്രത ഉള്ളവരാകണമെന്നാണ് ഈ ഉപമയിലൂടെ കർത്താവ് നമ്മെ പ്രബോധിപ്പിക്കുന്നത്. അവർ നമ്മൾ ചിന്തിക്കാത്ത സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയോ ഒടുവിൽ ക്രിസ്തു മാർഗത്തെ പൂർണ്ണമായും ഉപേക്ഷിച്ച് അവരുടെ തനിനിറം കാണിക്കുകയോ ചെയ്താൽ നാം ആശ്ചര്യപ്പെടരുത് എന്നുള്ളതും ഈ ഉപമയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആത്മീയ ലോകത്തിൽ പറിച്ചു മാറ്റാൻ കഴിയാത്ത ധാരാളം കളകളുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ധാരാളം കളകളുണ്ട്, പറിച്ചു മാറ്റാൻ കഴിയാത്ത, ഒഴിവാക്കാൻ കഴിയാത്ത ധാരാളം കളകളുണ്ട്. അവരുടെ മേൽ ന്യായവിധികൾ ഒന്നും വരാതെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ അത് കണ്ടിട്ട് അവർക്കൊന്നും പ്രയാസങ്ങളൊന്നും വരുന്നില്ല എന്ന് കണ്ടിട്ട് പാപത്തിൽ ആരും സ്വയം മറന്നുപോയി വീഴരുത് എന്നുള്ളൊരു വലിയ സന്ദേശവും ഇതിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതും കർത്താവ് പറയുന്നുണ്ട്. അതിൽ നാം ആശ്വസിക്കരുത്, ആ പാപത്തിൽ ആശ്വസിക്കരുത്. നമ്മൾ ആമുഖത്തിൽ വിവരിച്ചതുപോലെ കളകൾ വർദ്ധിച്ചാലും സഭകൾ വളരും. എന്നാൽ അതൊരിക്കലും പ്രസാദമുള്ള അല്ലെങ്കിൽ ദൈവത്തിന് പ്രസാദമുള്ള നിലയിലായിരിക്കില്ല. ഒത്തിരി കളകൾ കൂടുമ്പോഴും ആൾക്കാരുടെ എണ്ണം കാണുമ്പോൾ പലപ്പോഴും പുറത്തൊക്കെ പറയുവാനൊക്കെ സഭയിൽ വലിയ സഭയാണെന്നൊക്കെ പറയുവാനൊക്കെ കാരണങ്ങളായിരിക്കാം. കളകൾ വർദ്ധിച്ചാലും സഭകൾ വളരുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ അതൊരു ദൈവസഭയാകില്ല എന്നുള്ളതും നാം അറിയുക. ഒരു കൃഷിയിടത്തിലെ നല്ല ചെടിയേക്കാൾ കള വളരെയധികം വർദ്ധിച്ചാൽ അവിടെ ഉണ്ടാകുന്ന ഫലപ്രാപ്തിക്ക് ഇടിവ് സംഭവിക്കുമെന്നറിയാം. കാരണം മുള്ളു ഞെരുക്കുന്നത് പോലെ ഞെരുക്കി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ചെടിക്ക് ഫലം കൊടുക്കാൻ കഴിയില്ല. അത് നമുക്കറിയാം. ഒത്തിരി കള വർദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പ്രയോജനവുമില്ല എന്നറിയാം. അതിന്റെ ഫലപ്രാപ്തിക്ക് ഇടിവുണ്ടാകും. പ്രിയമുള്ളവരെ, അവിടെയും ഇവിടെയുമുള്ള ചില ചുരുക്കം കളകൾ ദൈവമക്കളുടെ വളർച്ചയ്ക്ക് വലിയ ദോഷം വരുത്തത്തില്ല. അത് നമുക്കറിയാം. ചിലരൊക്കെ ചില ചെറിയ പ്രയാസങ്ങൾ അല്ലെങ്കിൽ ചെറിയ രീതിയിലൊക്കെയുള്ള ഉപദ്രവങ്ങളൊക്കെ അത് വലിയ ദോഷം വരുത്തുന്നില്ല. എന്നാൽ ദൈവരാജ്യത്തിലെ അഥവാ ദൈവസഭയിലെ കളകൾ ഒരു വിധത്തിലും അവഗണിക്കാനാകാത്ത വിധത്തിൽ വളർന്നു വന്നാൽ ആത്മീയ സന്ദേശങ്ങളും ക്രിസ്തീയ ജീവിത രീതികളും ഒക്കെ പല നിലയിൽ അപഹരിക്കപ്പെടുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് നാം തിരിച്ചറിയണം. അവിടെ നാം ജാഗ്രത ഉള്ളവരായിരിക്കണം. നമ്മുടെ ആത്മീയ യോഗങ്ങൾ നമ്മെ ക്രിസ്തുവേശുവിൽ കൂടെ ദൈവത്തോട് അടുപ്പിക്കുന്നതിന് പകരം ഈ ലോകത്തിലെ മായാ കാഴ്ചകളിലേക്ക് ഇറക്കി വിടുകയാണെങ്കിൽ പ്രിയമുള്ളവരെ, അത് കളകളുടെ സ്വാധീനം, അവരുടെ നിയന്ത്രണത്തിലാണ് അതെന്നുള്ളത് നാം അറിയട്ടെ. സ്ഥിരമായ അഭിവൃദ്ധിയുടെ സുവിശേഷം പ്രസംഗിക്കുന്ന ഇടങ്ങളിൽ ഇടപെടാതെ സ്തോത്ര സ്തുതികൾ ഉയരുന്നത് നമുക്കൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. പലപ്പോഴും അങ്ങനെയുള്ള മീറ്റിങ്ങുകളൊക്കെ നമ്മൾ പങ്കെടുക്കുകയും നമ്മൾ കണ്ടിട്ടൊക്കെ ഉണ്ടല്ലോ. നമ്മൾ അങ്ങനെയുള്ള പ്രസംഗങ്ങളൊക്കെ നമ്മളും പോയിരുന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. എന്നാൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അവിടെ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലേക്കും ജീവനുള്ള പ്രത്യാശയിലേക്ക് നയിക്കുന്ന ഒരു സന്ദേശം പ്രസ്താവിക്കുമ്പോൾ ആളുകൾക്കിടയിൽ ഒരു അമ്പരപ്പ് ഉണ്ടാകുന്നത് കാണാം. അവരുടെ സ്തോത്രങ്ങളും സ്തുതികളും ഒക്കെ നിശ്ചലമായി എന്തൊക്കെയോ ഒരു മൂഢത അല്ലെങ്കിൽ ഒന്നും അറിയാത്തതുപോലെ അങ്ങനെ ഒരു നിശ്ചലത അവിടെ അനുഭവപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രിയരെ, ബൈബിൾ വാക്യങ്ങളെ ലോകത്തിലേക്ക് ആകർഷിക്കുന്ന വിധത്തിൽ ദുർവ്യാഖ്യാനം ചെയ്യുന്നവരിൽ നാം ആശ്വസിക്കരുത്, നാം അതിൽ ബലപ്പെടരുത് എന്നുള്ള ഒരു ചിന്ത ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ യുഗത്തിൽ നമുക്ക് എപ്പോഴും നല്ല വിത്തിനെയും കളയെയും തിരിച്ചറിയാൻ കഴിയില്ല, അല്ലെങ്കിൽ വേർതിരിച്ചറിയാൻ കഴിയില്ല എന്നുള്ളത് ചിലപ്പോൾ അതൊരു യാഥാർത്ഥ്യമാണ്. എപ്പോഴും ഒന്നും കഴിയില്ല, ചിലപ്പോഴൊക്കെയാണ് നമുക്കതിനെ മനസ്സിലാക്കുന്നത്. എന്നാൽ ആ വേർതിരിവ് വരുത്തുന്ന ഒരു ദിവസം വരുന്നുണ്ട്. തീർച്ചയായും ഒരു വിളവെടുപ്പ് ഉണ്ടാകും. ഗോതമ്പ് ദൈവത്തിന്റെ കളപ്പുരയിൽ ശേഖരിക്കപ്പെടും, കളകൾ അഗ്നിക്കിരയാകും. ഇത്രയും കാര്യങ്ങൾ അത് സത്യമാണ്. അത് താമസമിന അത് സംഭവിക്കുമെന്നുള്ളത് ആ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കർത്താവിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് ദൈവവചനത്തിലേക്ക് മടങ്ങുക,
എന്നുള്ളത് മാത്രമാണ്. ഏതൊരു മികച്ച പ്രസംഗത്തെക്കാളും നമുക്ക് വിശ്വസിച്ച് ആശ്രയിക്കാൻ കഴിയുന്നത് തിരുവചനത്തിൽ തന്നെയാണ് എന്നുള്ള കാര്യമാണ്. തിരുവചനത്തിലേക്ക് തന്നെ മടങ്ങി പോവുക, തിരുവചനത്തിലേക്ക് തന്നെ നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോവുക എന്നുള്ളത് മാത്രമാണ്. തിരുവചനം അധികം ധ്യാനിക്കുന്നവരായി നമുക്ക് മാറാം. അത് തീർച്ചയായും തെറ്റിച്ച് കളയുന്നതിനെ വിവേചിക്കുവാൻ നമ്മെ സഹായിക്കും. ഒരുപക്ഷെ നമ്മുടെ അടുത്ത് നിൽക്കുന്ന കളയെ വിവേചിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ പോലും നമ്മുടെ ആത്മീയ ജീവിതത്തെ തെറ്റിച്ച് കളയുന്നതിൽ നിന്ന് അല്ലെങ്കിൽ ആ ആത്മീയ ജീവിതത്തിൽ നിന്ന് നമ്മൾ കർത്താവ് കാണിച്ചു വെച്ചിരിക്കുന്ന പാതയിലൂടെ അല്ലെങ്കിൽ നേരായ പാതയിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മെ അവിടുന്ന് തെറ്റിച്ച് കളയുന്നതിനെ വിവേചിക്കുവാൻ നമ്മെ സഹായിക്കുന്നതാണ് നാം തിരുവചനത്തിലേക്ക് വെക്കുമ്പോൾ. ഏതൊരു പ്രസംഗം കേൾക്കുമ്പോഴും അതറിയാം, അത് നമ്മെ തെറ്റിക്കുകയില്ല എന്നുള്ളത്. അവിടെ തന്നെ വിവേചിക്കുവാൻ, ആ നിമിഷത്തിൽ തന്നെ വിവേചിക്കുവാൻ, അവിടെ അതിൽ നിന്ന് അതിനെ മാറ്റി നിർത്തുവാനൊക്കെ നമുക്ക് കഴിയും. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ചില അവ്യക്തതയുടെ മധ്യേ നാം ദൈവത്തിന്റെ യഥാർത്ഥ മക്കളാണോ എന്ന് സ്വയം പരിശോധിക്കാനും തയ്യാറാകണം. പിള്ളേരെ, ഞാനത് പറയാൻ കാരണമായിരിക്കുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആത്മീയർക്കിടയിൽ വലിയൊരു കൂട്ടം കളയുണ്ട്, അഭക്തരുണ്ട് എന്നുള്ളൊരു സത്യം തന്നെയാണ് പറയുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അവരുടെ പ്രകടനങ്ങളൊക്കെ നമ്മളെക്കാൾ ശ്രേഷ്ഠമാണ്. സഭയിൽ വളരുന്നവരെ കുറിച്ച് ഞാൻ ആമുഖത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ ആ നിലയിൽ അനേകർ ഉള്ളത് കൊണ്ട് അതിൻ്റെ ഇടയിൽ നമ്മെ തന്നെ ഒന്ന് ഉറപ്പുവരുത്തുവാൻ, ഒരു സഭയിൽ മാത്രം വളർന്നവരാണോ, ക്രിസ്തുവിൽ വളരുന്നുണ്ടോ എന്നുള്ളത് നാം ഉറപ്പുവരുത്തുവാൻ, ദൈവത്തിന്റെ യഥാർത്ഥ മക്കളാണോ നാം എന്നുള്ളതോ ഒന്ന് സ്വയം പരിശോധിക്കുവാനും ഇന്ന് രാത്രിയിൽ ഈ സന്ദേശത്തിലൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ എടുത്തിട്ട് പൗലോസ് തന്റെ ലേഖനത്തിൽ സൂചിപ്പിക്കുന്നു. 2 പത്രോസ് 1:10 ഇങ്ങനെ പറയുന്നുണ്ട്, അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ എന്നുള്ള ആഹ്വാനം ഏറ്റെടുക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ വരട്ടെ. പിതാവിന്റെ രാജ്യത്തിൽ, മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ കാണുന്ന ഒരു വാക്യമാണ്, പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കുവാനായി അതിനുവേണ്ടി നീതീകരിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അതിനുവേണ്ടിയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്, അതിനു വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ കണ്ടിരിക്കുന്നത്, അതിനുവേണ്ടിയാണ് നല്ല വിത്തുകളാക്കി ദൈവം നമ്മെ അതിൻ്റെ ഉള്ളിൽ തന്നെ സ്ഥാപിച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, അതിന്റെ നിശ്ചയവും ഉറപ്പും നമ്മളിൽ ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം ഞാൻ അവസാനിപ്പാൻ ആഗ്രഹിക്കുന്നു. ഈ വചനങ്ങളായി ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.